ഇന്ന് കുറേ പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. തീരെ ചെറിയ മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു പഴുത്ത മാങ്ങ വെച്ചിട്ടാണ് കറി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നല്ല കുറച്ച് മാങ്ങ എടുക്കുന്നുള്ളൂ, ആവശ്യത്തിന് മാത്രം. ഇതിൽ നിന്നും കൊള്ളാവുന്ന കുറച്ച് മാങ്ങ മാത്രം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പച്ചമുളക് ഈ പാത്രത്തിൽ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കറി തയ്യാറാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഈ പച്ചമുളകും മാങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്, എന്നാലും നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുമ്പോഴേ അല്പം കൂടി മധുരം വേണമെന്ന് തോന്നി. വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. മാങ്ങ പെട്ടെന്ന് വേകുന്ന പഴുത്ത മാങ്ങയല്ലേ, അതുകൊണ്ട് വേഗം വെന്ത് കിട്ടുന്നതാണ്. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അടുപ്പിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ മുഴുവനും എടുത്തിട്ടില്ല കേട്ടോ, 1/4 ഭാഗമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരയ്ക്കുമ്പോൾ. പിന്നെ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്തിങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു സമയത്തുണ്ടല്ലോ മാങ്ങ അങ്ങോട്ടുമൊക്കെ ഇങ്ങോട്ടുമൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ. ഒരേ സൈഡ് തന്നെ ഇങ്ങനെ ഇട്ട് വേവിക്കാതെ തവി കൊണ്ട് പതുക്കെ ഇളക്കി എല്ലാ സൈഡും ഒന്ന് മാറ്റി മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ. അങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെന്തിട്ടൊന്നും ഇല്ല. ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴുണ്ടല്ലോ എല്ലാ സൈഡിൽ നിന്നും മാങ്ങയുടെ ആ ഒരു നല്ല ചാറൊക്കെ ഉണ്ടല്ലോ ഈ വെള്ളത്തിലേക്ക് വന്ന് ചേരും. അങ്ങനെ എല്ലാം കൂടി കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണേ. ഒരുപാട് സമയമൊന്നും വെച്ചില്ല, പെട്ടെന്ന് തന്നെ ഞാൻ വീണ്ടും അടപ്പൊക്കെ ഒന്ന് തുറന്നു. കണ്ടോ, നല്ലതായിട്ട് തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. മാങ്ങയുടെ ചാറൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, ഒത്തിരി ഒന്നും വറ്റിപ്പോയിട്ടുമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ അരയ്ക്കുമ്പോൾ നല്ല മഷി പോലെ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ, തരിതരി ഇല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് ആ ഒരു അരപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഈ അരപ്പിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടപ്പൊക്കെ അടച്ച് വെച്ചിട്ട് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം. 1 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടപ്പടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. കണ്ടോ, അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് വെന്ത് ആ ഒരു പതയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇനി ഇത് തണുത്ത് വരണം. തണുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പുളിയൊക്കെ വേണ്ടേ. അതിനായിട്ട് മധുരം മാത്രം പോരല്ലോ, നമുക്ക് ഇച്ചിരി പുളിപ്പും കൂടി വേണം. പച്ചമുളക് ചേർത്ത് നല്ല എരിവുണ്ട്, പിന്നെ മാങ്ങയുടെ ആ ഒരു മധുരമുണ്ട്, ഇനി ഒരല്പം പുളിയുടെ കുറവ് മാത്രമുണ്ട്. അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാൻ പോവാണേ. തൈര് ഇതുപോലെ സ്പൂണ് കൊണ്ട് ഉടച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയിലിട്ട് അടിച്ചൊന്നും എടുക്കണ്ട, ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം ഇതുപോലെ തൈര് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനിയും ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. അതിനായിട്ട് നല്ല വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. വെളിച്ചെണ്ണയിൽ വേണം താളിച്ചൊഴിച്ച് കൊടുക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ അളവിൽ കടുകും 1/4 ടീസ്പൂൺ അളവിൽ ഉലുവായും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു താളിപ്പിലേക്ക് നമ്മൾ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. കൊച്ചുള്ളി ചേർക്കാതെ വേണം ഇത് തയ്യാറാക്കാനായിട്ട്. അങ്ങനെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1 നുള്ളു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എങ്കിലേ ആ ഒരു താളിപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കിടക്കുകയുള്ളൂ കേട്ടോ. ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ താളിപ്പൊക്കെ മാങ്ങയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ ഇളക്കുകയൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്കിതൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം ചെറിയ ചാറൊക്കെ ഉണ്ട്. ഇത് കുറച്ച് സമയം കൂടി ഇരുന്ന് കഴിയുമ്പോഴാണ് ഇത് കുറുകി നല്ലതുപോലെ വരുന്നത്. ഇപ്പോൾ ഇഷ്ടം പോലെ പഴുത്ത മാങ്ങ കിട്ടത്തില്ലേ, പച്ചമാങ്ങയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പഴുത്ത മാങ്ങയാണെന്ന് തോന്നുന്നു കൂടുതൽ കിട്ടുന്നത്. മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ തയ്യാറാക്കിക്കോ. നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിലൊരു കുഞ്ഞു മാങ്ങ വെച്ചിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്.
അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു മാങ്ങാക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്